നമസ്കാരം. പരാതി കിട്ടിയെന്നും ഇല്ലെന്നും നടപടി സ്വീകരിക്കുമെന്നും ഇല്ലെന്നുമൊക്കെ മാറിയും തിരിഞ്ഞും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിനിടയിലാണ് PSC നിയമന കോഴക്കേസിൽ ചില വെളിപ്പെടുത്തലുകളുമായി ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി രംഗത്ത് വന്നിരിക്കുന്നത്. PSC കോഴ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചാണ് കോഴിക്കോട്ടെ CPM യുവ നേതാവ് പ്രമോദ് കോട്ടൂളി രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. വാർത്ത ചോർത്തിയത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അറിവോടെ എന്ന ആരോപണമാണ് പ്രമോദ് ഉന്നയിച്ചിരിക്കുന്നത്. വാർത്ത ചോർത്തിയവർക്ക് തന്നോട് മുൻ വൈരാഗ്യമുണ്ടെന്നാണ് പ്രമോദിന്റെ വിശദീകരണം. മുതിർന്ന നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും പ്രമോദ് കോട്ടൂളി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ ഇരയാക്കി എന്ന നിലപാടാണ് പ്രമോദ് ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശദീകരണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് അന്വേഷണ കമ്മീഷൻ. ശനിയാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പ്രമോദിനെതിരെ നടപടിയുണ്ടാകും. തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന് പ്രമോദ് കോട്ടൂളി നേരത്തെ പ്രതികരിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രമോദിന്റെ വെളിപ്പെടുത്തലുകൾ CPMനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തന്റെ ജീവിതം തുറന്നു കിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കാമെന്നുമാണ് പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി ഓഫീസിലെത്തിയ പ്രമോദ് കോട്ടൂളി പാർട്ടി വിശദീകരണം ചോദിച്ചെന്ന കാര്യം നിഷേധിച്ചിരുന്നു. ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന് പറഞ്ഞ പ്രമോദ് എന്നാൽ ആരാണ് ആ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. താൻ എന്തോ അമാനുഷികനായ ആളാണെന്നാണ് വാർത്തയിൽ വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്നൊക്കെയുണ്ട്. എന്നാൽ അതൊന്നുമല്ല. തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകിയും മറ്റുമാണ് ഇത്രയും കാലം താൻ പ്രവർത്തിച്ചത്. അവരാണോ റിയൽ എസ്റ്റേറ്റ് എന്നും പ്രമോദ് ചോദിച്ചു. തനിക്കുണ്ടായ വിഷമം കൊണ്ടാണ് FBയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞ പ്രമോദ് തന്റെ പൊതുജീവിതം അപ്പാടെ തുറന്നു കാണിച്ചയാളാണ് താൻ എന്ന് വ്യക്തമാക്കി. ആർക്ക് വേണമെങ്കിലും തന്റെ ഇടപാടുകൾ ഉൾപ്പെടെ എന്തും പരിശോധിക്കാം. ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ പ്രമോദ് ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കുറ്റം ചെയ്യണമെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ എന്നും പറഞ്ഞു. റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചകളോടുള്ള മറുപടി എന്ന നിലയിലാണ് പ്രമോദ് കോട്ടൂളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അമ്മയെ ബോധ്യപ്പെടുത്താനാണ് എഴുതുന്നതെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. കടം ഉള്ള ആളാണ് ഞാൻ. ആ കടം വീട്ടാൻ ബുദ്ധിമുട്ടുകയാണ് താനെന്നുമാണ് പ്രമോദ് പറയുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധവും തനിക്കില്ല. ഇപ്പോൾ എന്റെ പേരിലുള്ള വീടും ഭൂമിയും പണയത്തിലാണ്. ആ ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ്. ഇതുവരെ ജീവിച്ച കടം തീർക്കാൻ 2020 എടുത്ത വായ്പയാണ്. 2024 ഈ മാസം 9 വരെ ലോൺ തുകയിലേക്ക് ഒരു പൈസയും തിരിച്ചടയ്ക്കാത്തതിന്റെ ഭാഗമായി അദാലത്തിൽ വെച്ചിട്ടുണ്ട്. ഈ കാര്യം ആർക്കും അന്വേഷിക്കാം. 2020 മുതൽ സ്വന്തം വീടിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളാണ് പ്രമോദ് കോട്ടൂളി. എന്റെ ജീവിതം തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ താങ്കൾക്ക് പരിശോധിക്കാം. കൊന്നു തിന്നു കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കണ്ടല്ലോ സാറേ. ഇങ്ങനെയാണ് പ്രമോദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങി എന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്ന പരാതി. 60 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഗഡുവായി 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നതായാണ് റിപ്പോർട്ട്. പണം നൽകിയ ആൾക്ക് അത് തിരിച്ചു കൊടുത്ത് കോഴക്കേസ് ഒത്തുതീർപ്പിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് പ്രമോദ് തനിക്ക് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തു വന്നത്. എന്നാൽ ഈ കേസിൽ പ്രമോദിനെതിരെ പാർട്ടി നടപടിക്കൊരുങ്ങുകയാണ്. എന്തിന്റെ പേരിലാണ് നടപടിയെന്ന് ആർക്കും ഒരു തിട്ടവുമില്ല. റിയൽ എസ്റ്റേറ്റിന്റെ പേരിലാണ് നടപടിയെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ ഇവിടെ എത്തിയ ബംഗാളികളെ ചുമതല ഏൽപ്പിക്കേണ്ടി വരും. കാരണം റിയൽ എസ്റ്റേറ്റ് ബന്ധമില്ലാത്ത ഒരു പാർട്ടി നേതാവും കേരളത്തിൽ ഇല്ല എന്നതാണ് നില. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം തീർക്കാൻ പാർട്ടി തല പുകയ്ക്കുന്നതിനിടയിലാണ് പ്രമോദ് FB പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. CPM നേരിടുന്ന അപജയം എത്രമാത്രമുണ്ട് എന്ന് കാണിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയെ തുടർന്ന് തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കമിടുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി ഇതൊക്കെ തിരുത്താൻ തുടങ്ങിയാൽ കുളിപ്പിച്ചു കുട്ടിയില്ലാതായി എന്ന നിലയിലേക്ക് CPM എത്തുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.